3 ഇനി അവസാനം സാക്ഷി. അതാണ് ഏറ്റവും രസം. ചിലർ ജീവിതം മുഴുവൻ ഒരു വിറ്റ്നസ്സായിട്ട് ജീവിക്കുകയാണ്. അവൻ ചെയ്യുന്നതും കൂടെ അവൻ വിറ്റ്നസ്സായിട്ടാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരുടേത് കാണുന്നത് രസമായി ജീവിക്കുക മാത്രമല്ല, സ്വന്തം കർമ്മങ്ങളെയും വിറ്റ്നസ്സായിട്ടാണ് ജീവിക്കുന്നത്. അത് ചില കുട്ടികളെ കണ്ടറിയാം. അവർ ചിലപ്പം വീഴും. ആദ്യം അവരത് പരിശീലിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ വീഴാൻ സ്വയം തെന്നും അറിഞ്ഞുകൊണ്ട്, എന്നിട്ട് വീണിട്ട് അവിടെ ഇരുന്നുകൊണ്ടൊന്ന് ചിരിക്കും. അപ്പം അറിയാതെ വീണാലും അവൻ്റെ അച്ഛനും അമ്മയും വീട്ടുകാരും ഒന്നും ഓടിച്ചെന്ന് പിടിക്കുകയില്ല. അപ്പോൾ അവൻ തന്നെ എഴുന്നേറ്റ് ചിരിക്കും. അങ്ങനെ അവൻ സെൽഫായിട്ട് വരും. മനസ്സിലായിട്ടില്ല? ചിലരെവിടെയെങ്കിലും തട്ടി വീണാൽ ആരെങ്കിലും പിടിക്കാൻ വരണം, സഹതപിക്കണം. മനസ്സിലായില്ല? അവർക്ക് സാക്ഷിത്വമില്ല. ജീവിതത്തിലെ സകല കാര്യങ്ങളും സാക്ഷിയായി കാണുക. ജീവിതത്തെ തന്നെ മാറി നിന്ന് കാണുക. ഇതാണ് പ്രക്രിയ. ഇത് ഏറ്റവും പരിശീലിക്കാവുന്നത് സദ്യക്കൊക്കെ പോയിരുന്ന് ഉണ്ണുമ്പോഴാണ്. സദ്യ പോയിട്ടുണ്ടോ? ഇല്ല. അവിടെ ഇരുന്ന് പലരും ഉണ്ണുന്നത് നോക്കിയാൽ തന്നെ രസമാണ്. അവനവൻ ഉണ്ണുന്നത് നോക്കുക, കൂടെ മറ്റുള്ളവരുണ്ടെന്ന് നോക്കുക. ചിലർ ചോറിങ്ങനെ ഇങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോഴേക്ക് കൃത്യമായിട്ടൊരു ക്രിക്കറ്റ് ബോൾ പോലെ ആവും. അതൊരൊറ്റ പിടിപ്പിരാണ്. വെങ്കിടപതി രാജു ബൗൾ ചെയ്യുന്ന പോലെ ഇരിക്കും. കാരണം ഇതിങ്ങനെ വിടുന്നതും കാണാം, വാ പൊളിയുന്നതും കാണാം, മിഡിൽ സ്റ്റമ്പ് തെറിച്ചവനകത്ത് പോകുന്നതും കാണാം. ക്ലീൻ ബൗളിങ്ങാണ്. നിങ്ങൾ നോക്കിയിട്ടില്ല? ഇന്ന് ഉച്ചയ്ക്ക് നോക്കൂ. ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഉണ്ണുന്നതും ആസ്വദിക്കുക, അന്യൻ ഉണ്ണുന്നതും ആസ്വദിക്കുക. ചിലരാണെങ്കിൽ ഈ അടുത്ത ലൈൻ വരുന്നതിന് മുമ്പ് ഈ അവിയലും സാമ്പാറും എല്ലാം തീർന്നില്ലെങ്കിൽ വിളമ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആർത്തിയോടെ ഇതെല്ലാം കൂടെ കൂട്ടി എടുത്ത് വിരലോടുകൂടി അകത്ത് കയറ്റി ഈ ഉരുളയുടെ മുഴുപ്പ് കൂടിപ്പോയിട്ട് വിരൽ ഊരാൻ വിഷമിച്ച് പകുതിയോടുകൂടി ഊരുന്നതാണ്. യു നെവർ എക്സ്പീരിയൻസ്ഡ്. രവി ഉണ്ണുമ്പോൾ നോക്കിയാൽ മതി. അത് ഇന്നലെ വൈകുന്നേരം ചിലരെ ചക്കപ്പുഴുപ്പ് പിടിപ്പിക്കുന്നത് കാരണം ഇത് സ്പൂണിൽ കോരിയിട്ട് നിൽക്കുന്നില്ല. അവസാനം തക്കും പുക്കും നോക്കി സ്പൂൺ താഴത്തോട്ടിട്ട് കൈകൊണ്ട് പിടിപ്പിച്ചു. നിങ്ങൾ കണ്ടില്ല? നിങ്ങളാരും കണ്ടില്ല? ഞാൻ ഒരു 14 പേരെ വരെ എണ്ണി. കാരണം ഈ സ്പൂണിൽ പുഴുക്ക് നിൽക്കുന്നില്ല. ഒന്നാമത് ഇവർ ഈ നല്ലപോലെ കട്ടയായി പോയത് കാരണം പുഴുക്കിങ്ങനെ അടത്തി കഴിഞ്ഞിട്ട് സ്പൂണെ കോരുമ്പോഴത്തേക്ക് ഇത് അപ്പുറത്തോട്ട് പോകും. അപ്പോൾ ആ നേരം കൊണ്ട് മറ്റവൻ കഴിച്ചിട്ട് സ്ഥലം വിടും. അപ്പോൾ ഇങ്ങനെ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. സാക്ഷിയായിട്ട് മാറി നിന്ന് നോക്കുക. ഞാൻ കഴിക്കുമ്പോൾ നോക്കരുതേ, അല്ലേ? മോശമല്ലേ? അതുകൊണ്ട് ഇത് വളരെ രസകരമാണ്. നമ്മൾ കഴിക്കുന്നതും അന്യർ കഴിക്കുന്നതും അവിടെ നോക്കുക. ഇതിലൊക്കെ കൂടിയ പണിയുണ്ട്. ഇത് കഴിഞ്ഞ് പായസം എടുക്കുന്ന സമയമായി. അപ്പോൾ ഈ സദ്യയ്ക്ക് ഒരു 4 പായസമുണ്ട്. ഇപ്പോൾ ഒന്നാമത്തത് വിളമ്പി. അത് കടലയാണ്. കടല വിളമ്പി. രണ്ടാമത് ഗോതമ്പ് പായസമാണ്, പ്രഥമനാണ്, അതും വിളമ്പി. മൂന്നാമത്തതെടുത്തു പരിപ്പാണ്. അപ്പോൾ ഏതാണ്ട് ഫുള്ളായി. കാരണവർ പറഞ്ഞില്ലടാ ഇനി അങ്ങ് കയറുകയില്ല, എന്നാലും പരിപ്പല്ലേ വിടാൻ പറ്റുമോ, കുറച്ച് ഒഴിച്ചു. പരിപ്പും തട്ടി. ഇനിയിപ്പം മൂട്ട കടിച്ചാൽ പുറത്തെത്തും ഇതെല്ലാം. ആ പരുവത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവനിങ്ങനെ പിടിപ്പിക്കുന്നത്. ഇലയിലൊഴിച്ച് മാത്രമാണ് പിടിപ്പിക്കുന്നത്. അപ്പോഴാണ് എഴുന്നേക്കരുതെന്ന് കലവറയെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. എഴുന്നേക്കരുത്. അട എടുത്തിട്ടില്ല, സ്പെഷ്യൽ പാലട. അയ്യോ, ഇത് മുഴുവൻ കുടിച്ച് തീർക്കുകയും ചെയ്തു. ഇനി ഈ പാലട കുടിക്കാതെ എഴുന്നേക്കാനും പറ്റില്ല. അപ്പോൾ പാലടയും കൊണ്ട് വന്നപ്പം പാലട വിളമ്പാൻ തുടങ്ങി. അപ്പോൾ ഇവന് മാത്രം വിളമ്പിയില്ല, മറ്റേ പരിപ്പെടുത്തവൻ തന്നെയാണ് വരുന്നത്. ബാക്കി എല്ലാം വിളമ്പി. ഇപ്പുറത്ത് വിളമ്പി അപ്പുറത്തോട്ട് കിടക്കാൻ തുടങ്ങി. എന്താ ഇവിടെ വിളമ്പാത്തേ? ചേട്ടനല്ലേ പറഞ്ഞു ഒട്ടും പറ്റും. പാലടയ്ക്കോ വിളമ്പടാ? ഇപ്പോൾ ഒരു തവി ഒഴിച്ചോ പറഞ്ഞു, ഒരു തവിയും കൂടെ ഒഴിക്കാൻ. പടുക്കിരുന്ന ആൾ ചോദിച്ചു,
ഇതെങ്ങനെയാണ് ചേട്ടാ വരുന്നത്? തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റത്തിന് പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ആ ഉണ്ട്. കുടമാറ്റം നടക്കുമ്പം നിനക്കതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റുമോ? പറ്റിയല്ല. ഒരു കൊമ്പനാന പോവുകയോടാന്ന് ചോദിച്ചു. ധാരാളം പോവും. പാലട അങ്ങനെയാണ് കയറി പോകും. അപ്പോൾ സാക്ഷിയായിട്ടിരുന്നാൽ ഇങ്ങനെ കയറിപ്പോവാം. അപ്പോൾ ജീവിതത്തിൻ്റെ ആനന്ദം, സുഖദുഃഖങ്ങൾ സമമാകുന്നത് സാക്ഷിയിലാണ്. ഒരു പഴത്തൊലിയിൽ തട്ടി നാം വീഴുമ്പോഴും ഞാനാണ് വീണതെന്ന് ഓർത്താൽ കരച്ചിൽ വരും. കൈ മുറിഞ്ഞോ നോക്കും. ആ വീണത് ആസ്വദിച്ചാൽ ചിരി വരും. മനസ്സിലായില്ല? വീഴുമ്പോൾ കരഞ്ഞാലും പിന്നീട് ചിരി വരും. പണ്ട് വീണതോർത്ത് അങ്ങനൊരു ചിരിയുടെ ഓർമ്മയുണ്ട്. തിരുനക്കര എന്ന് പറഞ്ഞൊരു സ്ഥലം അറിയുമായിരിക്കും. അവിടുന്ന് ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന വഴിക്ക് കരുപ്പത്തട്ടെന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല? അങ്ങനൊരു പ്രദേശമുണ്ട്. അവിടെ നിന്നൊരു കല്യാണത്തിന് ആളുകൾ പോവുകയാണ്. ഇപ്പോൾ ചെറുക്കനിങ്ങനെ നല്ലപോലെ വേഷഭൂഷകളൊക്കെ അണിഞ്ഞ് ഗംഭീരനായി ചെറുക്കൻ ഉണ്ട്. കൂട്ടത്തിൽ കുറേ ആളുകളുണ്ട്. അപ്പോൾ ഈ കുറച്ച് പാടത്തിൻ്റെ വരമ്പത്തൂടെ വേണം പോകാൻ. അപ്പോഴൊക്കെ ഈ പാടത്തിന് മടകളുണ്ട്. കേട്ടിട്ടുണ്ടാവും മട. അപ്പോൾ ആളുകൾ ചാടി കടന്ന് ചെറുക്കൻ്റെ ഊഴമായപ്പോഴേക്ക് ഇതിന് കുറച്ച് ഡിസ്റ്റൻസ് കുറഞ്ഞു. ഇവനൊരു ചാട്ടം ചാടുകയും നേരെ അകത്തോട്ട് പോവുകയും ചെയ്തു. കല്യാണമാണ്. ഇവനെ അവിടുന്ന് പൊക്കിയെടുത്ത്, ഇനി കുളിപ്പിക്കാതെ പറ്റിയില്ല, കുളിപ്പിച്ച് മേടിച്ച ഉടുപ്പും മുണ്ടുമൊക്കെ മാറി ഒരു വേഷത്തിൽ കല്യാണവും കഴിഞ്ഞ് വന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞ് ഭാര്യയുടെ അടുക്കിരുന്ന് ഇവൻ പറയുന്ന ഈ രംഗം ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ വീഴ്ചയെക്കുറിച്ച്. ക്യാൻ യു ഇമാജിൻ? എന്നിട്ട് ഭാര്യയും ഇവനും കൂടെ ചിരിക്കുന്ന രംഗം. പക്ഷെ അന്ന് ഇവൻ വീണപ്പോൾ ചിരിച്ചില്ല, കണ്ടയാൾക്ക് അറിയാം. പക്ഷെ കുറെ കഴിഞ്ഞാലെങ്കിലും സാക്ഷിയാവും കർമ്മങ്ങളിൽ. പട്ടാളക്കാരാണ് ഇങ്ങനെ കൂടുതൽ സാക്ഷിയാകുന്നത്. പക്ഷേ ഈ പട്ടാളക്കാർ വന്നു കഴിഞ്ഞ് സാക്ഷിയാകുമ്പോൾ അവന്മാരൊരു കാര്യം ചെയ്യും. മറ്റുള്ളവർ ചെയ്ത നന്മ ഇവൻ്റെ പേരിലും ഇവൻ ചെയ്ത കുഴപ്പമെല്ലാം മറ്റവൻ്റെ പേരിലും ആക്കും. അങ്ങനെ സാക്ഷിയായിട്ട് അവൻ ചിരിപ്പിക്കും. അപ്പം ജീവിതത്തെ സാക്ഷിയായി കണ്ടാൽ സുഖദുഃഖങ്ങൾ സമമാവും. ഇപ്പം എത്ര എണ്ണായി? 4 എണ്ണായി. അപ്പോൾ അതിലേറ്റവും രസകരമായത് സാക്ഷിയാണ്. ശരിയല്ല? ഒരു സാർവലൗകികമായി ചെയ്യാവുന്നത്. ബാക്കിയും ഉത്തമമാണ്. ഇങ്ങനെയാണ് 4 ഉപായങ്ങൾ. അങ്ങനെ സുഖദുഃഖങ്ങൾ സമമാക്കിയവനും, സുഖദുഃഖങ്ങൾ സമമായാൽ ആശയില്ല, നിരാശയില്ല. ആശ ബന്ധം, നിരാശ മോക്ഷം. ഒരു വസ്തുവിൽ ബന്ധിക്കുന്നത് ആശ, ഒരു വസ്തുവിൽ നിന്ന് മോചിക്കുന്നത് നിരാശ. ആശ തീർന്നാൽ ബന്ധം തീർന്നു. വസ്തുക്കളിൽ ബന്ധിപ്പിക്കുന്നത് ആശയാണ്. ഇന്ന് ആശ വളർത്തുന്നതാണ് വിദ്യാഭ്യാസം. 5 പൈസയ്ക്ക് തൊഴിൽ ചെയ്യാത്ത 6 വയസ്സിൽ ഉള്ള കുഞ്ഞിനെ അച്ഛനും അമ്മയും പൈസ കൊടുത്ത് മറ്റു കുഞ്ഞുങ്ങളോട് മത്സരിച്ച് സഞ്ചയികയിലിടുന്നത് ആശയിലൂടെ വളരുകയാണ്. പണിയില്ലാത്ത കാലത്ത് എൻ്റെ സഞ്ചയികയിൽ 1500 രൂപയുണ്ട്, നിൻ്റെതിൽ 1200 ഉള്ളൂ എന്ന് ചേട്ടനും അനിയനും സഹോദരനും സഹോദരിയും തമ്മിൽ വീട്ടിൽ മത്സരിക്കുകയും പുറത്തുള്ള കുഞ്ഞുങ്ങളോട് മത്സരിക്കുകയും ചെയ്യുമ്പോൾ ഇവൻ പഠിച്ചിറങ്ങിയാൽ പണിയെടുക്കാതെ എങ്ങനെയാണ് ഈ സഞ്ചയിക വർദ്ധിപ്പിക്കുന്നതെന്നല്ലാതെ വേറൊന്നും പഠിക്കുന്നില്ല. മനസ്സിലായില്ല? എന്നിട്ട് നാട് നന്നാകണമെന്ന് അച്ഛനും അമ്മയും സാമൂഹ്യ പ്രവർത്തകരും സാഹിത്യകാരന്മാരും മന്ത്രിമാരും ആലോചിച്ചാൽ ഒരു പ്രയോജനവും ഇല്ല. ബാങ്കും വിദ്യാഭ്യാസ പ്രവർത്തകരും അച്ഛനമ്മമാരും ഒക്കെ ചേർന്ന് കുഞ്ഞുങ്ങളുടെ ആശയെയാണ് വളർത്തുന്നത്, അറിവിനെ അല്ല. നോ, ശരിയല്ല, ശരിയല്ല.
2, സ്കൂളിലെ അധ്യാപകരും മാനേജ്മെൻറ്റും കൂടി കുറേ കള്ളിയുള്ള കാർഡ് കൊടുത്ത് കളം വെട്ടിയാൽ പൈസ ഉണ്ടാകുമെന്ന് പഠിപ്പിച്ച് കളം വെട്ടി അവസാനം അവൻ കളം വെട്ടുകയാണ്. ശരിയല്ല. വിദ്യാഭ്യാസം ഇതിനൊന്നും ഉള്ളതല്ലെന്ന് ആരോട് പറഞ്ഞാൽ കേൾക്കും? അപ്പോൾ ആശ സുഖദുഃഖങ്ങളുടെ രംഗവേദിയാണ്. ആശയും മോചനമാണ് നിരാശ, ആശയില്ലായ്മ. ആശയും നിരാശയും സമമായവനും തുല്യനായവൻ. ആശയില്ല, നിരാശയുമില്ല, സമം. എങ്ങനെയോ അങ്ങനെ. ഇന്നത് വേണമെന്നൊരാശയില്ല, ആശയില്ലായ്മയുമില്ല, രണ്ടുമില്ല. രണ്ടും സമമായവനും ജീവിതമരണങ്ങളിൽ സമനായവനും. ജനനവും മരണവും തുല്യമാണ്. ഇത് പഠിപ്പിക്കും കുട്ടിക്കാലത്ത്. ഇപ്പം ഇല്ല. അതിന് ഉപന്യം എന്ന് പറയും. ഇപ്പം അത് മിക്കവാറും ആളുകളൊക്കെ വേണ്ടാന്ന് വെച്ചു. മനുഷ്യൻ സംസ്കരിച്ച് ജീവിക്കുന്നവനാണ്. അവനെ സംസ്കരിക്കാനാണ് വർണ്ണങ്ങളും ആശ്രമധർമ്മങ്ങളും ഉണ്ടായിരുന്നത്. വർണ്ണാശ്രമ വ്യവസ്ഥകളൊക്കെ എടുത്തു കളഞ്ഞു. ജാതി വ്യവസ്ഥകൾ രൂഢമൂലമായി. ജാതിയും വർണ്ണവുമായി യാതൊരു ബന്ധവുമില്ല. ഇന്ന് കാണുന്ന വ്യവസ്ഥാപിത ആശ്രമങ്ങളൊന്നുമായി ആശ്രമ ജീവിതത്തിന് ബന്ധമില്ല. അതിനൊക്കെ പേര് ആശ്രമം എന്നാണ്. അതൊന്നും ആശ്രമവും അല്ല. ബ്രഹ്മചര്യ ആശ്രമം, ഗൃഹസ്ഥ ആശ്രമം, സന്യാസാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം, ഇതാണ് ആശ്രമം. നിങ്ങൾ ആശ്രമവാസികൾ എന്ന് പറയുമ്പോൾ സന്യാസിമാരെ നോക്കിയിട്ട് നിങ്ങൾ ആശ്രമവാസികളൊക്കെ എന്ന് ഗൃഹസ്ഥൻ പറയുമ്പോൾ ഇവൻ പിന്നെ എവിടെയാണ് ജീവിക്കുന്നത്? ഗൃഹസ്ഥനും ആശ്രമത്തിലാണ്. അത് ഗൃഹസ്ഥാശ്രമമാണ്. അതിന് ചില മര്യാദയുണ്ട്. ഇന്ന് ആ മര്യാദയൊന്നുമില്ല. ഇന്നെല്ലാവരും ആ ശ്രമം വിട്ട് ഈ ശ്രമത്തിലാണ്. അതുകൊണ്ടാണ്. അതുകൊണ്ടിത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട പണിയാണ്. ധർമ്മവ്യവസ്ഥയുടെ നല്ലൊരു വഴിയുണ്ടത്. ആ മരണത്തെയും ജനനത്തെയും തുല്യമാക്കുന്നൊരു പ്രക്രിയ അറിയാൻ സംസ്കാരമുണ്ടാവണം. വിവാഹം മുതൽ അത് ആരംഭിക്കും. വിവാഹം ഒരു സംസ്കാരമാണ്. ഇപ്പോൾ വിവാഹം സംസ്കാരമല്ല. ഇപ്പം ഇന്ത്യൻ നിയമപ്രകാരം വിവാഹം നടത്തുകയാണെങ്കിൽ അത് സംസ്കാരമല്ല. ഹിന്ദു എന്ന നിലയിലാണെങ്കിൽ അത് സംസ്കാരമാണ്. മാരേജ് ഈസ് എ സാക്രമെൻറ്റ് അക്കോർഡിംഗ് ടു ഹിന്ദു ലോ. മാരേജ് ഈസ് എ സാക്രമെൻറ്റ് അക്കോർഡിംഗ് ടു ക്രിസ്ത്യൻ ലോ. Marriage is a contract according to Shariat. Marriage is a contract according to Indian law. നമ്മുടെ നിയമവ്യവസ്ഥ പ്രകാരമാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ അതിൽ മറ്റത് രണ്ടും അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കും, വിവാഹം നിങ്ങളുടേത് ഹൈന്ദവമോ ക്രൈസ്തവമോ ഇസ്ലാമികമോ ഇതൊന്നുമല്ലാത്ത വ്യവസ്ഥയിലോ? വ്യവസ്ഥാപിത വിവാഹങ്ങളിൽ ഇന്ത്യൻ നിയമപ്രകാരം വിവാഹം കഴിക്കുകയാണ് എങ്കിൽ മാരേജ് ഈസ് ഓൺലി എ കോൺട്രാക്ട്. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. എനി ചൈൽഡ് who is born in the legal pendency of this contract is considered positively as the child of the husband. വിശദീകരണമില്ല. വിശദീകരിച്ചാൽ ആണുങ്ങൾ വിഷമിക്കും, പുരുഷന്മാർ വല്ലാതെ വിഷമിക്കും. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് വിവാഹത്തിന് ആ തലങ്ങളുണ്ട്. പക്ഷെ പൗരാണിക കാലത്തുള്ളത് വിവാഹം ഒരു സംസ്കാരമാണ്. രാമായണം എടുത്ത് വായിച്ചു നോക്കിയാൽ കിട്ടും.
ഉപനയനം കഴിഞ്ഞ് സമാവർത്തനം കഴിഞ്ഞ് പഠിപ്പെല്ലാം കഴിഞ്ഞ് ഗംഗയിലിറങ്ങി വടക്കോട്ട് പോകുന്ന പുത്രനെ പിതാവ് വസ്ത്രം കൊടുത്ത് വിവസ്ത്രനായി പോകുന്ന പുത്രനെ വസ്ത്രം കൊടുത്ത് തിരിച്ചു വിളിച്ച് അവൻ പഠിച്ചതെല്ലാം പഠിപ്പിക്കാൻ, അവന് ശിഷ്യയായി സംസ്കരിച്ചെടുക്കാൻ ഒരു പെൺകുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സ്വപ്നങ്ങളെങ്ങും ഇനിയും തുടങ്ങിയിട്ടില്ലാത്ത കുട്ടിയെ. ഇത് വളരെ ബാല്യത്തിലാണ്. അതുകൊണ്ട് അവളുടെ ഭാഗധേയങ്ങളെല്ലാം അവനുമായി, അവൻ്റെ ഭാഗധേയങ്ങളെല്ലാം അവളുമായി ചേർന്നാണ് വളരുന്നത്. വീട്ടിൽ വന്ന 50 വയസ്സുള്ള ഒരു ഉദ്യോഗസ്ഥനെയും 18 വയസ്സുള്ള ഒരു പയ്യനെയും 80 വയസ്സുള്ളൊരു കാർന്നോരെയും തൻ്റെ അച്ഛനെയും ഒക്കെ കണ്ടും അവരുടെ സ്വഭാവങ്ങളിൽ ചിലത് മനസ്സിലാക്കിയും അതെല്ലാം കൂടെ സങ്കലിത രൂപത്തിലുള്ള ഒരാളിനെ ആരാധനയിൽ വെച്ച് പൂർണ്ണ വളർച്ചയെത്തി സ്വപ്നങ്ങളുമായൊരു പെൺകുട്ടി ഒരു പുരുഷൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവളുടെ സ്വപ്നങ്ങളിലെ ഭർത്താവും ജാഗ്രതയിൽ വിവാഹം കഴിച്ച ഭർത്താവും രണ്ടാകുമ്പോൾ ജീവിതം അസന്തുഷ്ടമായി തീരും. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞില്ല. അന്ന് നല്ലതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് കല്യാണം കഴിച്ചാൽ നല്ലതാവുമെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ചോദിച്ച അമ്മയുടെ കാലത്തമ്മ 10ാം ക്ലാസ്സിലെത്തുമ്പോഴെങ്കിലുമാണ് സ്ത്രീ പുരുഷ സംസർഗത്തിൽ ആ കുട്ടി ഉണ്ടാകുന്നതെന്ന് അറിഞ്ഞത്. അതും കഴിഞ്ഞറിഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മുമ്പേ പറഞ്ഞു എന്നേ ഉള്ളൂ. അമ്മയുടെ മകളുടെ കുഞ്ഞിന്ന് വീട്ടിലുണ്ടെങ്കിൽ അതിന് 2.5 വയസ്സുണ്ടെങ്കിൽ ഈ പണിയൊക്കെ അറിയാം. അപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി വഷളാകുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അന്ന് വിവാഹം അറിവിന് വേണ്ടിയുള്ളൊരു സംസ്കാരമാണ്. അത് രൂപപ്പെടുത്തിയിട്ട് വിവാഹം കഴിപ്പിക്കുമെങ്കിൽ ഉത്തമമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ പോസിറ്റീവ് റെമഡികളൊന്നുമില്ല. ജനസംഖ്യ 30 കോടിയേ ഉള്ളൂ. അറിവ് കൂടുകയും കുടുംബ സംവിധാനങ്ങൾ വർദ്ധിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇന്ന് ജനസംഖ്യ 110 കോടി കഴിഞ്ഞു. 110 കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ കൂടിയെന്നല്ലേ? കടന്നു. അപ്പോൾ ആലോചിച്ചാൽ മതി. കാരണം നിങ്ങൾ വിവാഹം കഴിച്ചത് ബയോളജിക്കൽ നെസസിറ്റിയാണ്. അവർ വിവാഹം കഴിച്ചത് അതിനല്ല. അതുകൊണ്ട് വളരെ അന്തരമുണ്ട്. അതൊരു സംസ്കാരമാണ്. പുണ്യാഹം, ലാജഹോമം, സപ്തപതി, പാണിഗ്രഹണമൊക്കെ കഴിഞ്ഞാൽ പാണിഗ്രഹണത്തിൽ ഗൃഭ്ണാമിതയെ സൗഭഗത്വായ ഹസ്തം എന്നാണ്. ഇന്നങ്ങനെ ഒരു സാധനം കേട്ടുകേൾവി പോലും കുടുംബത്തിലുണ്ടോ എന്ന് സംശയമാണ്. സൗഭഗത്വത്തിനാണ് ഈ വിവാഹം പാണി പിടിക്കുന്നത്. അതിൽ വരൻ വധുവിൻ്റെ വലത്തുകാലിൽ പിടിച്ച് 7 ചുവട് വെപ്പിക്കും. ശുഭേച്ഛ, സുവിചാരണ, തനുമാനസ, സത്വാപത്തി, അസംസക്തി, പദാർത്ഥ അഭാവനി, തുര്യക. അതൊരു സംസ്കാരമാണ്. നിന്നെ ഞാൻ ശുഭേച്ഛയിലൂടെ കൊണ്ടുപോകും. അതിനാണ് നീ എൻ്റെ കൂടെ വന്നത്. അതിന് ഇവന് ശുഭേച്ഛ വല്ലതും ഉണ്ടോ ഇന്ന്? മനസ്സിലായില്ല. നിന്നെ സുവിചാരണയിലൂടെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. നിന്റെ മനസ്സിന് ഞാൻ തനുത്വം വരുത്തും, സൂക്ഷ്മമാക്കും. സ്ഥൂലമായി പരദൂഷണത്തിലും കുശുമ്പിലും പോകാതെ നിന്റെ മനസ്സ് സൂക്ഷ്മമായി തീർന്ന് സൂക്ഷ്മദ്രവ്യങ്ങളെ കാണാൻ കഴിവുള്ളതാക്കി തീർക്കും. അപ്പോൾ ഈ ലോകത്തെ പഠിക്കാൻ നീ പുറത്തേക്ക് പോവില്ല. തനുമാനസ, നിന്നെ സത്വാപത്തിയുടെ
ലോകങ്ങളിലൂടെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. നീ അസംസക്തയായിത്തീരും. ആസക്തികളറ്റ് അസംസക്തയായി നീ മാറും. നിനക്ക് ഞാൻ പദാർത്ഥ അഭാവനി ബോധ്യപ്പെടുത്തും. പദാർത്ഥ നിരകൾക്കപ്പുറം പദാർത്ഥമില്ലാത്ത പദാർത്ഥ അഭാവനി ഭുവനത്തെ അഴിച്ചു നോക്കിയാൽ അവശേഷിക്കും അണുക്കളായിക്രമാൽ. അവയും പുനരുറ്റു നോക്കിയാൽ അവഭാസിക്കും അഖണ്ഡബോധമായി. അത് നിന്നെ ഞാൻ ബോധ്യപ്പെടുത്തും. പദാർത്ഥാഭാവനി. കല്യാണം കഴിച്ചിട്ട് ഇതുവല്ലതും കിട്ടിയോ? സാരി മേടിച്ചു തന്നു, ബ്ലൗസ് മേടിച്ചു തന്നു, തിരിച്ചു തല്ലുന്ന 4 പിള്ളേരെ ഉണ്ടാക്കി തന്നു. ഇതുവല്ലതും കിട്ടിയോ? ഇത് കിട്ടണമെങ്കിൽ അതറിയാവുന്നവൻ്റെ കൂടെ പോകണം. മനസ്സിലായില്ല? ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല, കഴിഞ്ഞു പോയില്ലേ. ഇനി അടുത്ത ജന്മമെങ്ങാനും ആലോചിക്കാം. ഇപ്പം കേട്ടാലെങ്കിലും. ഇതിൻ്റെ ലോകം അതാണ്. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനീ പണിക്ക് പോവോ? അത് കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്ന് ആലോചിക്കും. ചോദ്യമൊക്കെ വീട്ടിൽ പോയിരുന്ന് ചോദിക്കുക. അതാണ് നല്ലത്. മെല്ലെ ആലോചിച്ചാൽ മതി. ഞാനിങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്കത്ര സുമാറാകും തോന്നില്ല അല്ലേ? അപ്പം ഏതായാലും പദാർത്ഥങ്ങളില്ലാത്ത ലോകം, പദാർത്ഥ അഭാവനി. ശാസ്ത്രം പോലും നമിച്ചു നിൽക്കുന്ന തുര്യക. അന്തഃപ്രജ്ഞവും ബഹിർപ്രജ്ഞവും ഉഭയപ്രജ്ഞവുമായതിനെയെല്ലാം അതിക്രമിച്ച് നിർവികൽപ്പവും നിരാബാധവും നിർവൃത്തികവുമായ സമാധിയുടെ ലോകങ്ങളിലെത്തി ബ്രഹ്മവിദ്വരൻ, ബ്രഹ്മവിദ്വരീയാൻ, ബ്രഹ്മവിദ്വരിഷ്ഠൻ എന്ന തലങ്ങളിൽ നിന്നെ ഞാൻ ആനന്ദാനുഭൂതി അറിയിപ്പിക്കും. അതിനാ വിവാഹം. അതുകൊണ്ടാണ് അന്നൊക്കെ ഈ പുറത്ത് മതം ഇത്രയും വളരാത്തത്. കാരണം ഇത് പുറത്തു പോയല്ല പഠിക്കുന്നത്. ഇത് കുടുംബത്തിനകത്തിരുന്ന് ഭാര്യയും ഭർത്താവൂടെ പഠിച്ച് പരിശീലിച്ചിട്ടാണ് വരുന്നത്. അവിടുന്ന് പിള്ളേരുണ്ടാകുമ്പം അവർ വീട് വിട്ടൊന്നും പോകേണ്ടത് പഠിക്കാൻ. ഇതൊക്കെ വീട്ടിൽ പഠിപ്പിക്കും. സുഹൃതം ചെയ്ത തന്തയും തള്ളയും അവർ ഈ ആത്മബുദ്ധി മുഴുവൻ അറിഞ്ഞവർ, അതിൻ്റെ ലാളിത്യം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നവർ. അങ്ങനെ വരുമ്പോൾ പുറത്ത് മതത്തിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് കുണ്ടലിനി വിതിൻ 3 seconds, യോഗിക് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ് അഡ്വർടൈസ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഉണ്ടായ കാര്യമില്ല. മാത്രമല്ല ഇത് പഠിച്ച പിള്ളേരെ അങ്ങോട്ട് ചെല്ലുന്നത്. അവനെ കാണുമ്പോഴേ പഠിപ്പിക്കുന്നവൻ ഓടും. അതിനൊരു യോഗം വേണം. അങ്ങനെയുള്ള തന്തയും തള്ളയാകാനൊരു യോഗം വേണം. അവർക്ക് ജനിക്കാനൊരു യോഗം വേണം.